നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും വലിയൊരു ആഘോഷത്തിന്റെ ഒരാഴ്ചയാണിത്, ഓണത്തിന്റെ ആഴ്ച. ഓണത്തിന്റെ ആഴ്ചയിൽ നമുക്ക് രാവിലെ എണീറ്റ് പൂക്കള ഇടുക, പാട്ട്, തിരുവാതിര കളി, സദ്യ ഉണ്ടാക്കല്, പിന്നെ നമ്മുടെ ഓണക്കൂടി. പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരിക്കും ഓണക്കോടി കിട്ടാനായിട്ട്, പ്രത്യേകിച്ച് പിള്ളേര്. അപ്പൊ അവർക്ക് പിള്ളേരിടുന്നത് പട്ടുപാവാടയായിരിക്കും. നമ്മുടെ സ്ത്രീകൾ ഓണത്തിന് ഹാഫ് സാരി കൊടുക്കുക, അല്ലെങ്കിൽ കേരള സാരി ആയിരിക്കും കൊടുക്കുന്നത്. അതിൻ്റെ അകത്തൊക്കെ മ്യൂറൽ പെയിൻറ്റിങ് ഉണ്ടാകും, അല്ലെങ്കിൽ ബ്ലോക്ക് പ്രിന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി തന്നെ ഉണ്ടാകും. അപ്പം അതുപോലെ തന്നെ സാരിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബ്ലൗസിലും ഇപ്പം ഈ പറഞ്ഞ വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉടുത്തേക്കുന്ന സെറ്റ് സാരി ഒന്നും അല്ല, പക്ഷെ ഇട്ടിരിക്കുന്ന ബ്ലൗസ് ഈ സെറ്റ് സാരിയുടെ കൂടെ ഇടാൻ പറ്റിയ ഒരു മാച്ചിങ് കളറാണ്. ഗോൾഡൻ കരയുള്ള സെറ്റ് സാരിക്ക് പറ്റിയ ഒരു ബ്ലൗസാണ് ഇത്. അപ്പം ഞാൻ സിമ്പിൾ ആയിട്ടൊരു ഡിസൈനാണ് ഈ ബ്ലൗസിൽ തയ്ക്കുന്നത്. ഒത്തിരി ഒന്നുമില്ല, റൈറ്റ് സൈഡ് പോർഷനിൽ ഒരു കുഞ്ഞു ഡിസൈൻ താഴെയായിട്ട്. അപ്പം അത് ഞാൻ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ തയ്ക്കണമെന്ന് നമുക്ക് കാണാം. അപ്പോൾ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഇതിപ്പോൾ ഒരു ബാക്ക് ഓപ്പൺ ബ്ലൗസാണ്. അപ്പോൾ അതിൻ്റെ കഴുത്ത് ഒത്തിരി താഴത്തോട്ട് ഡെപ്തിൽ കുഴിയുള്ള ഒരു കഴുത്താണ് ബാക്കിൽ. അപ്പോൾ അതിൻ്റെ തയ്ക്കാനുള്ള പോർഷൻസ് വളരെ കുറവാണ്, അപ്പോൾ ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് ഡിസൈനാണ്, ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി സ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഫ്രെയിം ഇടാൻ ഒറ്റ ഫ്രെയിമിൽ ഇത് ഈ ഫുൾ ബട്ടർഫ്ലൈനെ ഫ്രെയിമിൻ്റെ ഉള്ളിലാക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഫ്രെയിം ഇടും. അപ്പോൾ ഈ ഒരു പോർഷൻ തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാറ്റിയാലാണ് എനിക്ക് ഇവിടെയും തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 3 times എനിക്ക് ഫ്രെയിം മാറ്റണം ഈ ഒരു ഡിസൈൻ തയ്ക്കാനായിട്ട്. അപ്പം ഞാൻ ആദ്യം ഈ ഒരു പോർഷനാണ് ഫ്രെയിം ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കൊന്ന് ഫ്രെയിം ഇട്ട് തയ്ക്കാൻ തുടങ്ങാം. ഇപ്പം നമ്മൾ ബട്ടർഫ്ലൈയുടെ നടുക്കത്തെ പോർഷനാണ് തയ്ക്കുന്നത്, ഈ ഒരു പോർഷൻ. അതിന് സാറ്റിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പം എന്നിട്ട് ഒരു ഈ കളർ ഗോൾഡൻ കളർ ത്രെഡും കൊണ്ട് പുറത്തേക്കൂടെ ഒരു ഔട്ട്ലൈനും കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കാം. ഇവിടെ ഉള്ളത് അത് 6 strands ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്താലും നല്ലതാണ്. അപ്പോൾ സിൽക്ക് ത്രെഡ് അത്രയും കട്ടിയിൽ എടുക്കണം. ഇതിപ്പോൾ ഞാനൊരു റാണി പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് സാരിയിൽ ഓൾറെഡി സ്റ്റിച്ച്ഡ് ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് ഫ്രെയിം ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നുവെച്ചാൽ തയ്യൽ വന്നായിരുന്ന തടുപ്പ് അവിടെ ഇവിടെയൊക്കെ തടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഫ്രെയിമിൻ്റെ ഈ സ്ക്രൂ ലൂസാക്കിയിട്ട് വേണം ഇടാനായിട്ട്. അല്ലാണ്ട് ഒത്തിരി ബലം പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് പിഞ്ചിൽ വരും. അത് സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. ഇത് 6 strands ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ല തടിച്ച് നിൽക്കും. സ്മോൾ ഡിസൈൻ ആയാലും കുഴപ്പമില്ല, എംപോസ് ചെയ്ത് ഇങ്ങനെ നിന്നോളും. നല്ല കോൺട്രാസ്റ്റ് കളർ, നല്ല തെറിച്ച് നിൽക്കുന്ന കളറുമാണ്. അടുപ്പിച്ച് തയ്ച്ചാൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ട് വന്നോളും. എന്നിട്ട് ഇതിനൊരു ഔട്ട്ലൈൻ നമുക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ പ്രൊജക്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ബട്ടർഫ്ലൈയുടെ നടുക്കത്തെ പോർഷൻ തയ്ച്ച് തീരാറായി. ഇത് തയ്ച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ പുറത്തേക്കൂടെ ഒരു സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ ഇതിൻ്റെ പുറത്തേക്കൂടെ ഒരു ഔട്ട്ലൈൻ ചെയിൻ സ്റ്റിച്ച്, വളരെ കുഞ്ഞതായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പം അത് അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ലൈനിങ് ഒക്കെ ഇട്ട് ബ്ലൗസ് തയ്ച്ച് കഴിയുമ്പം അതിൻ്റെ മേലെ കൂടെ തയ്ക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. എന്നുവെച്ചാൽ കട്ടി കൂടും, മെറ്റീരിയലിന് കട്ടി കൂടുമല്ലോ. അപ്പം നമ്മൾ നടുക്കത്തെ പോർഷൻ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു ഔട്ട്ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പം തയ്ച്ചേക്കുന്നതിൻ്റെ ഔട്ട്ലൈനായിട്ട് നമുക്കൊരു ഗോൾഡൻ കളർ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ സിൽക്ക് ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഞാൻ 4 ത്രെഡ് എടുത്തിട്ടുണ്ട് ഒരു കട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തീരെ ലൈറ്റ്. അപ്പോൾ തീരെ കുഞ്ഞതായിട്ട് ചെയിൻ തയ്ക്കുക. ഇപ്പോൾ സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കെട്ടുകൂടാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ച് തയ്ക്കണം. തൊട്ടടുത്ത് തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പം നേരത്തെ നമ്മൾ തയ്ച്ച സാറ്റിൻ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തേക്കൂടെ തന്നെ വേണം ഈ ചെയിൻ സ്റ്റിച്ചും തയ്ക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ അപ്പോൾ തയ്ച്ച സാറ്റിൻ സ്റ്റിച്ചിൻ്റെ ഔട്ട്ലൈനായിട്ട് മുഴുവനും ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ ഇവിടം വരെ തയ്ച്ച് വരുന്ന. അപ്പോൾ
അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഈ ഇങ്ങനെ ലൈൻസ് വരച്ചേക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റെം സ്റ്റിച്ചോ അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ചോ കുഞ്ഞതായിട്ടോ തയ്ച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എല്ലായിടത്തും സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. തീരെ കുഞ്ഞതായിട്ട് തയ്ച്ചെടുക്കാം നമുക്ക് എല്ലാ ലൈൻസിലും കേട്ടല്ലോ. അത് ഞാൻ തയ്ക്കുന്നത് റാണി പിങ്ക് കളർ വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇത് ഞാൻ 3 strands ആണ് എടുത്തേക്കുന്നത്. ത്രെഡ് 3 strandsേ ഉള്ളൂ. ഇത് ഞാൻ വളരെ കുറച്ച് ഡിസ്റ്റൻസ് എടുത്തിട്ടുള്ളൂ, തുണിയെ എടുത്തിട്ടുള്ളൂ. അതുപോലെ കുഞ്ഞു കുഞ്ഞു ഡിസ്റ്റൻസിൽ തുണി എടുത്തിട്ട് വേണം സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാനായിട്ട്. ഇതിപ്പോൾ തയ്ക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക, ഇത് ലൈനിങ്ങിൽ കുത്താണ്ട് നമുക്ക് കുത്തിയെടുക്കാൻ പറ്റുവാണെങ്കിൽ, ലൈനിങ് കൂടെ എടുക്കാണ്ട് മേലത്തെ തുണി മാത്രമായിട്ട് നമുക്ക് കുത്തിയെടുക്കാൻ പറ്റും. ലൈനിങ്ങിനൊരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ കുത്തിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അത് അത്രയും നല്ലത്. വളരെ കുറച്ച് തുണിയെടുത്ത് ഫുൾ ലൈൻസും നമുക്ക് സ്റ്റെം സ്റ്റിച്ച് വെച്ച് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ സ്റ്റെം സ്റ്റിച്ച്, സാറ്റിൻ സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, ഞാൻ ഫ്ലവേഴ്സ് ലേസി ഡേസിയാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഇതിന് മുമ്പ് ട്യൂട്ടോറിയൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ച് ഒരു ലൈൻ നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവാണ്. അതുപോലെ ബാക്കിയുള്ള എല്ലാ ലൈൻസും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് ഈ ലൈൻസ് എല്ലാം ഫില്ല് ചെയ്തു. ഇവിടുത്തെ ലൈൻസും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഞാൻ സാറ്റിൻ സ്റ്റിച്ച് വെച്ച് ഇവിടുത്തെ ആ റൗണ്ടും ഫില്ല് ചെയ്തു. ഇനി നമുക്ക് പൂക്കളെല്ലാം തയ്ക്കാം. പൂക്കൾ തയ്ക്കുന്നത് ലേസി ഡേസി വെച്ചിട്ടാണ്. നമ്മൾ 6 strands യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആങ്കറിൻ്റെ ത്രെഡ് 6 strands ആണ് യൂസ് ചെയ്യുന്നത്. സാധാ ലേസി ഡേസി തയ്ക്കുന്നവർ അത്ര എളുപ്പമല്ല ഇത്. ലൈനിങ് ഒക്കെ ഇട്ട് തയ്ച്ച തുണി ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും തയ്ക്കാനായിട്ട്, കുത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നടുക്ക് ഒന്നെങ്കിൽ സ്റ്റോൺസ് വെക്കുകയോ ബീഡ് വെക്കുകയോ, അതല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡൻ ത്രെഡും കൊണ്ട് ഫ്രഞ്ച് നോട്ടോ സാറ്റിൻ സ്റ്റിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ബീഡ് വെക്കാനാണ് പോകുന്നത്. ഈ സ്റ്റിച്ച്ഡ് മെറ്റീരിയലിൽ എങ്ങനെയാണ് ഫ്രെയിം ഇടണമെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ സ്റ്റിച്ച്ഡ് മെറ്റീരിയൽസിൽ എങ്ങനെയാണ് ഇപ്പം സ്റ്റിച്ച്ഡ് ബ്ലൗസ് ആയാലും ടോപ്പായാലും കുർത്തി ആയാലും ഈ മാതിരി ഇട്ടേച്ചാൽ മതി, എന്നിട്ട് തയ്ച്ചാൽ മതി. ഇത്തിരി ബുദ്ധിമുട്ടാണെന്നുള്ളതേ ഉള്ളൂ. പിന്നെ എല്ലാ സ്റ്റിച്ചസും ഇങ്ങനെ സ്റ്റിച്ച്ഡ് കുർത്തി ആയാലും സാരി ബ്ലൗസ് ആയാലും തയ്ക്കാൻ പറ്റത്തില്ല. ചില ഇതിനൊക്കെ ആണെങ്കിൽ ഒത്തിരി ഫ്രെയിം വലിഞ്ഞിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അതേസമയത്ത് ചില വർക്കുകൾക്കൊക്കെ വലിഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ ആ പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പം നമുക്ക് വലിഞ്ഞ് തന്നെ ഇരിക്കണം. അപ്പം അങ്ങനെയുള്ള സ്റ്റിച്ചസ് ഒന്നും സ്റ്റിച്ച്ഡ് കുർത്തി അല്ലെങ്കിൽ സാരി ബ്ലൗസിലൊന്നും തയ്ക്കാൻ പോകരുത്. ഇങ്ങനെ നമുക്ക് ലേസി തയ്ച്ച് എല്ലാ ഫ്ലവേഴ്സും ഫില്ല് ചെയ്തെടുക്കാം. നടുക്കെന്നിട്ട് നമുക്ക് ബീഡ്സും വെക്കാം. ബീഡ്സ് വെക്കാനായിട്ട് ഞാൻ ആദ്യം എടുത്ത് ഇവിടെ തയ്ച്ച ആ കളർ ത്രെഡാണ് എടുക്കുന്നത്. 2 ഇഴ നൂലാണ് എടുത്തേക്കുന്നത്. ഈ കളർ ത്രെഡാണ് ഇത് നടുക്ക് ബീഡ് വെക്കാനായിട്ട് എടുത്തേക്കുന്നത്. എന്നിട്ട് മെറ്റാലിക് ഗോൾഡൻ ബീഡ്സാണ് എടുത്തേക്കുന്നത്. അധികം സൈസിലുള്ളതല്ല, അത് ഇത്രയേ ഉള്ളൂ സൈസ് അതിൻ്റെ. അപ്പം അത് നമുക്ക് നടുക്ക് പിടിപ്പിക്കാം. അപ്പം ഇതുപോലെ നടുക്ക് ഇരിക്കും. അപ്പം അതുപോലെ ഇത് ഞാൻ എപ്പോഴും പറയുന്നത് ആ ബീഡ്സ് 2 വട്ടം എടുക്കുവാണെങ്കിൽ കുറച്ച് ഉറപ്പോടെ ഇരിക്കും. അപ്പോൾ ഇതുവരെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ലേസിയും നടുക്ക് ബീഡും വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലേസി ഡേസി വെച്ച് എല്ലാ ഫ്ലവേഴ്സും ഫില്ല് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഇവിടെയൊക്കെ നമ്മൾ എല്ലാത്തിനും ബീഡ്സും വെച്ചു. അപ്പം ഇതിപ്പം നമ്മൾ ചെയ്തേക്കുന്ന 6 strands ആയതുകൊണ്ട് നല്ല തടിച്ചായിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഈ കളർ ത്രെഡ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. സെയിം കളർ ഇത് വെച്ചായാലും ഒരു ലൈൻ കൊടുത്താൽ നമുക്കൊരു ഔട്ട്ലൈൻ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെയിൻ സ്റ്റിച്ച് ഇവിടെ ചെയ്തേക്കുന്നത്. സെയിം കളർ ഈ കളർ എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് കളേഴ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. സെയിം കളർ ആയാലും ഒരു ചെയിൻ കൊടുത്താൽ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും. അപ്പോൾ അതുപോലെ നിങ്ങൾ സിമ്പിളായിട്ടൊരു ഡിസൈൻ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. നമുക്ക് ഇനി ഒന്ന് ഇട്ട് കാണാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബ്ലൗസ് ഒന്ന് ഇട്ട് നോക്കാം. ബ്ലൗസ് ഇട്ട് നോക്കി ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, അതിൻ്റെ അകത്ത് ബട്ടർഫ്ലൈ സ്റ്റിച്ച് ഏറ്റവും റൈറ്റ് പോർഷനിൽ ബോട്ടം പോർഷനിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലൗസ് ഇത്തിരി വൈഡും ആണ്. അതുപോലെ തന്നെ ബാക്ക് നല്ലോണം ഓപ്പൺ ആയിട്ടുള്ളതാണ്. നല്ല ഡീപ്പ് നെക്കാണ് ബാക്കിൽ.
അപ്പോൾ അതിൻ്റെ അടിയിൽ ആകെ കുറച്ച് പോർഷൻ അതിന് പടിയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തൊരു സ്മോൾ ഡിസൈനാണ് ഞാനിവിടെ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ബ്ലൗസിലും ഓരോ ആൾക്കാരും അവരുടെ സാരിയുടെ കരയ്ക്ക് ചേരുന്ന കളർ ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് തയ്ച്ച് നോക്കുക. അപ്പോൾ അതിന് നിങ്ങളുടെ കയ്യിൽ സിൽക്ക് ത്രെഡ് ഉണ്ടെങ്കിൽ സിൽക്ക് ത്രെഡ് ഇട്ട് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ഭംഗി കൂടും. തയ്ക്കാൻ നേരത്ത് കുറച്ച് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യണമെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് പെട്ടെന്ന് കെട്ടുകൂടും. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കുഞ്ഞു നൂല് നീളത്തിലുള്ള നൂലെടുത്തിട്ടേ തയ്ക്കാമുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിപ്പോൾ നമ്മൾ തയ്ച്ചിരിക്കുന്നത് റാണി പിങ്ക് കളർ ത്രെഡാണ്. 6 സ്ട്രാൻഡ്സും ആയതുകൊണ്ട് നല്ല തെറിച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് ആ ബീഡ്സും ആ ഗോൾഡൻ കളർ ഔട്ട്ലൈനും ബട്ടർഫ്ലൈക്ക് കൊടുത്തപ്പം നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പം നിങ്ങളും ഇതുപോലെ ബ്ലൗസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ഒന്ന് ശ്രദ്ധിക്കും, നിങ്ങൾ നോട്ടീസ് ചെയ്യും ആ ബ്ലൗസിൽ ചെയ്തേക്കുന്ന വർക്കൊക്കെ. അപ്പം നിങ്ങളുടെ കഴിവുകൾ പുറത്തിറക്കേണ്ട സമയമായി. നിങ്ങളും എല്ലാവരും ഇതുപോലെ തന്നെ ബ്ലൗസിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ ഫോട്ടോസ് എടുത്ത് അയച്ചു തരിക. അപ്പോൾ എനിക്ക് കാണുമ്പോൾ സന്തോഷമാവും, കാണിച്ചവരെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ എനിക്കും ഒരു സന്തോഷം. ഡൗട്ട്സ് ഉള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ബൈ.